വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട ബഷീർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളം എളമക്കര സർക്കാർ സ്കൂളിലെ PTA ഫണ്ട് തട്ടിയ കേസിൽ പരാതിയിൽ ട്വിസ്റ്റ്. സ്കൂൾ പ്രിൻസിപ്പലിന്റെ പങ്കും അന്വേഷിക്കും. അത് ശരി, പ്രിൻസിപ്പലും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. താൽക്കാലിക ജീവനക്കാരി പണം തട്ടിയെടുത്തത് പ്രിൻസിപ്പലിന്റെ അറിവോടെയാണെന്നാണ് പോലീസിന്റെ സംശയം. പ്രിൻസിപ്പലിന്റെ പരാതിയിൽ 4 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് താൽക്കാലിക ജീവനക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വാദിയായ പ്രിൻസിപ്പൽ തന്നെ കേസിൽ പ്രതിയാവുന്ന സാഹചര്യമാണോ? അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ വാദിയായ ഒരാൾ പ്രതിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ വലിയ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക ബാങ്കിലേക്ക് എത്തുന്നു, പണം പിൻവലിക്കാനായി ബാങ്കിലേക്ക് എത്തുന്നു. പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നില്ല. ഇത് പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രിൻസിപ്പൽ പിന്നീട് നൽകിയിരുന്ന പരാതി എന്ന് പറയുന്നത് തന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ചെക്കുകൾ അത് ഈ താൽക്കാലിക ജീവനക്കാരിയായ ഷെറീന കൈക്കലാക്കുകയും അതിൽ വ്യാജ ഒപ്പിട്ട് ഈ പണം പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 7 ചെക്കുകൾ നൽകി അങ്ങനെ 4 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയാണ് വന്നിരുന്നത്. ആ പരാതിയിലാണ് ഷെറീനയെ കഴിഞ്ഞ ദിവസം എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട സംശയം ഈ പ്രിൻസിപ്പലിന്റെ അറിവോട് കൂടിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞിരിക്കുന്നത് തന്റെ അലമാരയിൽ നിന്നാണ് ഇവർ ഇത്തരത്തിൽ കൈക്കലാക്കിയെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരിക്ക് എത്രത്തോളം ഇങ്ങനെ ഈ അലമാരയിൽ നിന്ന് കൈക്കലാക്കാൻ കഴിയുമെന്നുള്ള സംശയം കൂടിയാണ് പോലീസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പലിനെ ബന്ധപ്പെട്ടപ്പോൾ താൻ അവധിയിലാണ്, പിന്നീട് ഒരു ദിവസം ചോദ്യം ചെയ്യലിനായി വരാമെന്നുള്ളതാണ് ഇയാൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഷെറീനയുടെ മൊഴി വീണ്ടും എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും പ്രിൻസിപ്പൾ അത് ചെയ്യാതിരിക്കട്ടെ, നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. അധ്യാപകനല്ലേ, ഒരു അധ്യാപകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കാരൂരിന്റെ പൊതിച്ചോറ് എന്ന് പറയുന്ന കഥയിൽ പറയുന്നത് പോലെ. പക്ഷേ അന്ന് അധ്യാപകർക്ക് ശമ്പളം കുറവാണ്. അദ്ദേഹം ആ ഹെഡ് മാസ്റ്റർ ആ വിദ്യാർത്ഥിയുടെ ഭക്ഷണം എടുത്ത് കഴിച്ചു. പക്ഷെ അതുപോലെയല്ലോ 4 ലക്ഷം രൂപ PTA അടിച്ചു മാറ്റുന്നത്. പ്രിൻസിപ്പളിന് അതിനകത്ത് പങ്കുണ്ടാവാതിരിക്കട്ടെ.